പ്രിയപ്പെട്ടവരെ, കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നു. സുഭാഷിൻ്റെ വിവാഹ നിശ്ചയം മുടങ്ങിയ വിഷമത്തിൽ അവർ തിരിച്ചു വരുന്നു. വണ്ടിയിൽ വെച്ച് ഭാസ്കരനും സഹോദരങ്ങളും തമ്മിൽ വഴക്കുണ്ടാകുന്നു. ഭാസ്കരൻ്റെ സഹോദരങ്ങൾ പരിഹസിക്കുകയും സുഭാഷിനെ കുറ്റപ്പെടുത്തിയുള്ള സംസാരങ്ങളും ഉണ്ടാകുന്നു. ഭാസ്കരന് അത് ഇഷ്ടപ്പെടുന്നില്ല. അയാൾ അവരോട് പറയുന്നു, നിങ്ങൾ മകളെ കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകുമായിരുന്നു. നിങ്ങളുടെ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ അവരും തിരിച്ച് ഭാസ്കരനോട് ദേഷ്യപ്പെടുന്നു. അപ്പോൾ ഭാസ്കരൻ പറയുന്നു, നിശ്ചയത്തിന് പായസവും കൂട്ടി സദ്യ കഴിക്കാമെന്ന് വിചാരിച്ചല്ലേ നിങ്ങൾ വന്നത്? അത് നടക്കാതെ അതിൻ്റെ വിഷമമല്ലേ നിങ്ങൾ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഭാസ്കരൻ്റെ ചേട്ടൻ പറയുന്നു, ഇനി ഈ വണ്ടിയിൽ ഞങ്ങൾ യാത്ര ചെയ്യുകയില്ല. നാണം കെട്ട് ഞങ്ങൾക്ക് ഇനി കൂടെ വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവർ ഇറങ്ങിപ്പോകുന്നു. വീട്ടിൽ വന്നതിന് ശേഷം സുഭാഷിനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നു. ആരോടും പറയാതെ തനിയെ ചെന്ന് ഇതുപോലുള്ള കാര്യത്തിൽ ഇടപെട്ടത് കൊണ്ടല്ലേ ഇങ്ങനെ നാണം കെടേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ സുഭാഷ് നിശബ്ദനായി ഇരിക്കുന്നു. അച്ഛനും സഹോദരന്മാരും കുറ്റപ്പെടുന്നത് കേട്ട് നിധി പറയുന്നു, മതി പറഞ്ഞത്, ഇനി സുഭാഷ് ഏട്ടനെ ഒന്നും പറയണ്ട, സുഭാഷ് ഏട്ടൻ്റെ കുറ്റമല്ല ഇതൊന്നും എന്ന് പറയുമ്പോൾ സുഭാഷ് സത്യാവസ്ഥ പറയുന്നു. നീതുവിനെ ഹരീഷ് കല്യാണം കഴിക്കണമെങ്കിൽ ഞാൻ ഏതെങ്കിലും കല്യാണം കഴിക്കണം, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഹരീഷ് വന്ന് ചോദിക്കുന്നു, നീതു സുഭാഷ് ഏട്ടനോട് എന്തെങ്കിലും പറഞ്ഞു? അവൾ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല, ഇങ്ങനെ ഒരു തമാശ പോലെ പറഞ്ഞതാണ്. അത് കേട്ട്